നമുക്ക് ചേന ചിപ്സ് ഉണ്ടാക്കിയാലും. ഞാനൊരു വലിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് കഴുകി എടുത്തതാണ്. ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചീവി എടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഇങ്ങനെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ വെച്ചിട്ട് നമുക്ക് വളരെ നേർത്തതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത്രയും നേർത്തതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നേർത്ത കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചേന കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ചേന ചിപ്സും നല്ല ടേസ്റ്റാണ്. നമ്മൾ കായ ചിപ്സ് ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ കേട്ടോ ചേന ചിപ്സും നല്ല സ്വാദുള്ള ഒരു ചിപ്സാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ ഇത്രയും നേർത്തതായിട്ടാണ് നമ്മൾക്ക് ചേന ചീവി എടുക്കേണ്ടത്. ഇങ്ങനെ നേർത്തതായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കുക, അത് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമ്മൾക്ക് ചീവി എടുക്കണം. വളരെ പെട്ടെന്ന് ചീവി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ചീവി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ എല്ലാം നമുക്ക് ചീവി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശെയായിട്ട് ചീവി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ചീവി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമ്മൾക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പും വെള്ളമൊന്നും തളിച്ചിട്ടില്ല. അപ്പോൾ ചേന അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ആദ്യം വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് ഇത് വറുത്ത് കോരിയെടുക്കണം. ഇതിൻ്റെ ഒരു പാതി വെന്ത് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. എന്നിട്ട് ഇത് വറുത്ത് കോരണം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച ഉപ്പും വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് ഇപ്പോൾ ഇതൊക്കെ അടങ്ങിയാണ് കേട്ടോ. ഇതിലുള്ള ജലാംശം മൊത്തം നമുക്ക് അടങ്ങി കിട്ടണം. ഈ പരുവത്തിലാണ് നമ്മൾക്ക് ചേന എടുക്കേണ്ടത്, വറുത്ത് കോരി എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ജലാംശം ഒന്നുമില്ല, എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. ബാക്കിയുള്ളതോടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 2-3-4 പ്രാവശ്യമായിട്ട് ഞാനിത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് വറുത്ത് കോരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഇട്ട് വറുത്ത് കോരുന്നുണ്ട്. ബാക്കിയുള്ളത് കൂടെ ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിപ്സൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ കൊള്ളി ചിപ്സൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ഇതുപോലെ ഉപ്പും മുളകൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടുമല്ലോ, അതേപോലെ തന്നെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ തടവുക. ആദ്യം വെളിച്ചെണ്ണ തടവിയിട്ട് ചേന അരിഞ്ഞെടുത്താൽ മതി. ഇല്ല എങ്കിൽ അരിഞ്ഞതിന് ശേഷം ഒന്ന് നല്ല ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കൈയൊന്ന് മുക്കി വെച്ചാലും മതി. പെട്ടെന്ന് ചൊറിച്ചൽ നിൽക്കും കേട്ടോ. അപ്പം നമ്മുടെ ചേന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചേന ചിപ്സ് വളരെ ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാനും തോന്നും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.